ജനങ്ങൾക്ക് നൽകിയത് സത്യസന്ധമായ വികസനമെന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി. ദാരിദ്ര്യമുക്ത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് സാധിച്ചു. കേന്ദ്ര സർക്കാർ പദ്ധതികളെ യുനിസെഫ് പോലും അംഗീകരിച്ചു. രാഷ്ട്രപതി അവതരിപ്പിച്ചത് 25 വർഷത്തേക്കുള്ള വികസനമെന്നും ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇവരുമായി എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. നന്ദൻ, പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് ലോക്സഭയിൽ വ്യക്തമാക്കിയത്? രാഷ്ട്രപതിയുടെ സുരേഷ്, വിമർശനങ്ങളും എതിർപ്പുകളും സ്വാഭാവികമാണ്. പാർലമെന്റിൽ പങ്കെടുത്ത് സംസാരിക്കാൻ അവസരം ലഭിച്ചതിന് ജനങ്ങളാകുന്ന ദൈവത്തോട് നന്ദി പറയുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ 1.25 മണിക്കൂറിലധികം നീണ്ടുനിന്ന പ്രസംഗം ആരംഭിച്ചത്. രാഷ്ട്രപതിയുടെ പ്രസംഗം വികസിത ഭാരതം എന്ന ലക്ഷ്യം ശക്തമാക്കുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി ആദ്യമായി സൂചിപ്പിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യരേഖ മറികടന്നുവെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത് കഴിഞ്ഞ 10 വർഷമായി സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, വനവാസികൾക്ക്, ഗോത്ര വിഭാഗങ്ങൾക്ക്, മാത്രമല്ല രാജ്യത്തെ പിന്നോക്കം വരുന്ന വിഭാഗങ്ങൾക്കായി BJP സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ സാധ്യമാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ള കാര്യമായിരുന്നു പ്രധാനമന്ത്രി വിവരിച്ചത്. മാത്രമല്ല, 10 വർഷം മുമ്പ് 2014 മുമ്പ് എന്തായിരുന്നു അവസ്ഥ, സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരുന്നു, ഗോത്രവർഗക്കാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, പ്രധാനമന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത് BJP ഒരു കാരണവശാലും നൽകില്ല എന്നുള്ളതാണ്. 4 കോടി വീടുകൾ പാവപ്പെട്ടവർക്ക് നൽകി. അതിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയത് സ്ത്രീകൾക്കാണ്. അതേപോലെ തന്നെ 12 കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകി. എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യമായി ഇനിയും മുന്നോട്ട് പോവുകയാണ്. 5 വർഷം കൊണ്ട് 12 കോടി ജനങ്ങൾക്ക് പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ സാധ്യമായത് BJPയുടെ വികസന ലക്ഷ്യം കൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത്. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ഒരു പാർട്ടി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചത്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കാലം. അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്നും 1 രൂപ നൽകുമ്പോൾ ഗ്രാമത്തിൽ അത് 15 പൈസ മാത്രമായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ ഇന്ന് 40 കോടി രൂപ നേരിട്ട് സാധാരണക്കാരന്റെ അക്കൗണ്ടുകളിലേക്ക് നൽകാൻ സാധിച്ചു. ഇത് BJPയുടെ വലിയ നേട്ടമാണ്. അതേപോലെ തന്നെ രാജ്യത്ത് ജനിക്കുക പോലും ചെയ്യാത്തവർക്ക് അതായത് ഈ രാജ്യത്ത് ജനിക്കുക പോലും ചെയ്യാത്തവർക്ക് പല പദ്ധതികളുടെയും ഗുണഭോക്താക്കളായി എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ 25 വർഷത്തേക്കുള്ള വികസന രേഖയാണ് രാഷ്ട്രപതി അവതരിപ്പിച്ചത് എന്ന കാര്യമാണ് പ്രധാനമന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയത്. ആ നേട്ടങ്ങൾ എന്താണ്, ഇതുവരെ ഉള്ള നേട്ടങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം ഇനി പറയുകയുണ്ടായി. ഇനി വരാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം രാജ്യത്തെ പിന്നോട്ടെടുക്കുന്ന UPA സർക്കാരിന്, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നിരയെ അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെയും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വിമർശിച്ചത്, അല്ലേ? പ്രധാനമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് രാജ്യത്ത് 2047 ഭാരതം ഒരു വികസന രാജ്യമാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പല രാഷ്ട്രീയ പാർട്ടികൾക്കും പല ലക്ഷ്യമുണ്ടാകും, പലർക്ക് പല രീതിയിലുള്ള രാഷ്ട്രീയ വൈര്യമുണ്ടാകും. എന്നാൽ രാജ്യത്തിന്റെ വികസന പാതയ്ക്ക് ഇതൊന്നും തടസ്സമാകരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ഈ ഓരോ വിഭാഗങ്ങളെയും രാജ്യം അല്ലെങ്കിൽ ഇപ്പോഴുള്ള സർക്കാർ ഓരോ പിന്നോക്ക വിഭാഗങ്ങളെയും എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു നേർരേഖ പ്രധാനമന്ത്രി വരച്ചു കാട്ടി. ഇതിനു മുമ്പ് ജനങ്ങൾക്ക് നൽകിയിരുന്ന പദ്ധതികൾ അത് അനർഹരായിട്ടുള്ളവരുടെ കൈകളിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. അതായത് പല പദ്ധതികളും 10 കോടി അനർഹരായ ആളുകളാണ് ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരുന്നത്. 3 ലക്ഷം കോടി രൂപ അനധികൃതമായി ഇങ്ങനെ അനധികൃത കരങ്ങളിൽ എത്തപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ സ്ഥിതി മറ്റൊന്നാണ്. സർക്കാർ ഓഫീസുകളിലെ സ്ക്രാപ്പ് വിറ്റ വകയിൽ 23,000 കോടി രൂപ ലഭിച്ചു. ഇങ്ങനെ പല പദ്ധതികൾ വഴി സമ്പാദിച്ച പണം, അതേപോലെ തന്നെ LED ബൾബുകൾ വിതരണം ചെയ്തത് വഴി വലിയ ഒരു 20,000 കോടി രൂപ അവിടെ ലാഭിക്കാൻ സാധിച്ചു. ഇങ്ങനെ ലാഭിച്ചു സമ്പാദിക്കുന്ന പണം ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ 2014 മുമ്പ് സ്ഥിതി അതായിരുന്നില്ല എന്നുള്ളതും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. അത് മാത്രമല്ല,
ഇപ്പോൾ നിലവിൽ വനവാസി വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ, ഇതെല്ലാം പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് വനവാസികൾക്കായി ഒരു പ്രത്യേക മന്ത്രാലയം പോലും രൂപീകരിക്കാൻ സാധിച്ചത്. ഇപ്പോഴാണ് ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചത്. മാത്രമല്ല സഹകരണ മന്ത്രാലയം രൂപീകരിച്ച് ഈ മേഖല ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നു. അതേപോലെ തന്നെ വനവാസി വിഭാഗങ്ങൾക്കായി അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കായി ഉള്ള കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് വലിയ നേട്ടമായി പ്രധാനമന്ത്രി എടുത്തു കാട്ടുന്നു. മാത്രമല്ല മുൻപ് ഈ 2014 മുമ്പ് 387 മെഡിക്കൽ കോളേജുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് 780 വർദ്ധിച്ച സാഹചര്യമുണ്ട്. 2014 മുമ്പ് 7700 സീറ്റുകൾ മാത്രമായിരുന്നു MBBSന് ദളിത് വിഭാഗങ്ങൾക്ക് നൽകിയിരുന്നതെങ്കിൽ ഇന്നത് 17,000 വർദ്ധിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വനവാസി വിഭാഗങ്ങൾക്ക് 2014 മുമ്പ് 3800 സീറ്റുകൾ മാത്രമായിരുന്നു MBBSന് ഉണ്ടായിരുന്നത്. ഇന്നത് 9,000 വർദ്ധിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ OBC വിഭാഗങ്ങൾക്ക് 14,000 സീറ്റുകൾ മാത്രമായിരുന്നു 2014 മുമ്പ് ഉണ്ടായിരുന്നത്. അത് ഇന്ന് 32,000 വർദ്ധിച്ചിരിക്കുന്നു. ഇതിനെല്ലാം കാരണം അല്ലെങ്കിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ കാരണമായത് പ്രീണനം ഒഴിവാക്കിയ നയമാണ് എന്നുള്ളതാണ്. അതായത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കണ്ട് വിവേചനം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ മോശം സമീപനം കാരണം ഈ ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ, അതായത് ഡൽഹി സർക്കാരിനെ ഉന്നം വെച്ചാണ് ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നില്ല എന്നുള്ള വിമർശനവും പ്രധാനമന്ത്രി ഇന്ന് സഭയിൽ ഉന്നയിക്കുകയുണ്ടായി. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.